വയനാട് കള്ളാടി ദുരന്തത്തിൽ പുഴയിൽ വീണ ബസ് ഉയർത്തി. ബസ് ക്രെയിൻ ഉപയോഗിച്ചാണ് ഉയർത്തി മാറ്റിയത്. കാണാതായവർക്കുള്ള ഇന്നത്തെ തെരച്ചിൽ നിർത്തി. നാളെ തെരച്ചിൽ പുനരാരംഭിക്കും. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബെൻസൺ, ഇന്നലെ ഒലിച്ചുപോയി വീണ ബസ്സാണ്. വലിയ പരിശ്രമങ്ങൾക്ക് ശേഷമാണോ ആ ബസ് ഉയർത്തിയത്? അതെ ലിനിഷ, മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആ ബസ് കരയ്ക്കെത്തിച്ചത്. ആദ്യഘട്ടത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് പുഴയിൽ നിന്നും നേരെ പൊക്കി ഉയർത്തി മാറ്റാനുള്ള ശ്രമമായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് വിഫലമാവുകയായിരുന്നു. പിന്നീട് ആ ക്രെയിൻ തന്നെ ഉപയോഗിച്ച് ആ ക്രെയിനിന്റെ പൊസിഷൻ ഒരല്പം മാറ്റുകയും ഒരു വശത്തുകൂടി വലിച്ച് സൈഡിലേക്ക് മാറ്റിയിടുകയുമാണ് ചെയ്തത്. ഏറെ നേരം അതിനുവേണ്ടി ശ്രമപ്പെട്ട പണി എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇന്നത്തെ തിരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ പുലർച്ചെ 7 മണിയോടുകൂടി തന്നെ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും. ഈ തിരച്ചിലിൽ ഏറ്റവും ദുഷ്കരമായ കാര്യമെന്ന് പറയുന്നത് ഇടവിട്ട് പെയ്യുന്ന അതിശക്തമായിട്ടുള്ള മഴയാണ്. അപ്പോൾ ഈ പുഴയിൽ ഉൾപ്പെടെ അതിശക്തമായിട്ടുള്ള വെള്ളം ഒഴുകുമ്പോൾ ഇത് ഈ തിരച്ചിലിനെയും ഈ രക്ഷാപ്രവർത്തനത്തെയും അത് പ്രതികൂലമായി തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് മാത്രമല്ല, ഇന്നലെയും ഈ ആദ്യഘട്ടത്തിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതിനു ശേഷം പിന്നീട് ഈ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടക്കുന്ന ഘട്ടത്തിലും ചെറിയ തോതിൽ മണ്ണിടിയുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലൊരു അപകട സാധ്യത അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് രാത്രിയിൽ അതികഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ തിരച്ചിൽ തുടരുക എന്നുള്ളത് അതീവ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുള്ളത്. വലിയ രീതിയിൽ തന്നെ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ പരിശോധനയെല്ലാം തന്നെ ഇന്ന് ഈ സമയം വരെ പുരോഗമിക്കുന്നുണ്ടായിരുന്നത്. നാളെയും പുലർച്ചെ തൊട്ട് തന്നെ ആ നിലയിൽ തന്നെയായിരിക്കും തിരച്ചിൽ പുരോഗമിക്കുക. 4 സോണുകളായിട്ടാണ് നിലവിൽ ഈ പ്രദേശത്തെ തിരിച്ചിട്ടുള്ളത്. A, B, C, D എന്നിങ്ങനെ 4 സോണുകളായി തിരിച്ചിരിക്കുന്നു. അതിൽ C എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ C സോണിലായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത. ഈ 5 പേരും അകപ്പെടാനുള്ള സാധ്യത C സോണിലാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ തിരച്ചിൽ നാളെ ഉണ്ടാവുക. അപ്പോൾ കെടാവർ ഡോഗ്, അതോടൊപ്പം തന്നെ NDRF സംഘം, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, പോലീസ്, സന്നദ്ധ സേനാംഗങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകളുടെ സേവനം ഈ തിരച്ചിലിൽ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന അതിശക്തമായിട്ടുള്ള മഴ, പുഴയിലൂടെയുള്ള അതിശക്തമായിട്ടുള്ള മലവെള്ളപ്പാച്ചിൽ, ഇത് രണ്ടുമാണ് ഈ ഒരു തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നത്. മാത്രമല്ല, വലിയ രീതിയിൽ മണ്ണ് കൂമ്പാരമായി കിടക്കുന്നതും തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള തിരച്ചിൽ നടത്തുക, ഇതെല്ലാം തന്നെ ഏറെ ദുഷ്കരമായിട്ടുള്ള പ്രവൃത്തിയാണ്. അപ്പോൾ അത് പരമാവധി കഴിയുന്ന നിലയിലെല്ലാം തന്നെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ നടന്നു വരുന്നുണ്ട്. നാളെ രാവിലെ തന്നെ ഈ തിരച്ചിൽ പുനരാരംഭിക്കും. ലിനിഷ, ശരി. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് അവിടെ ബസ് ഉയർത്തിയിട്ടുള്ളത്. വലിയ ക്രെയിൻ ഉപയോഗിച്ചുള്ള പരിശ്രമമായിരുന്നു. ഇതിപ്പോൾ അവിടെ ഇനിയും ജീവനുകൾ ബാക്കിയുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഉറച്ച് നിൽക്കുന്നത്. അതിനുള്ള തെരച്ചിൽ അവിടെ തുടരുകയാണ്. വിവരങ്ങളാണ് ബെൻസൺ ബാബു നൽകിയത്.